ഗംഗാതീരത്ത് ആശ്രമം കെട്ടി തപസ്സു ചെയ്യുന്ന ഗൗതമ മുനീന്ദ്രനു ബ്രഹ്മാവ് തൻ്റെ മകളായ സുന്ദരിയായ അഹല്യയെ വിവാഹം ചെയ്തുകൊടുത്തു. അവർ സുഖമായി വാഴുന്ന കാലം ദേവേന്ദ്രൻ അഹല്യയെ കണ്ട് കുസുമായുധവശനായി. ആഗ്രഹപൂർത്തിക്കു വേണ്ടി ഒരു ദിവസം ഗൗതമമുനി പുലർച്ചയ്ക്കു സ്നാനത്തിനു പോയ നേരത്ത് മുനിയുടെ വേഷം ധരിച്ച് ആശ്രമത്തിൽ പ്രവേശിച്ച് അഹല്യയെ പ്രാപിച്ച് പുറത്ത് കടക്കുമ്പോൾ ഗൗതമമുനിയെ കണ്ട് ഭയന്ന് ഇന്ദ്രൻ വിറപൂണ്ടു നിന്നു. ഇങ്ങനെ വരാൻ കാരണമെന്തെന്നും ഇന്ദ്രനോടാരാണെന്നും മുനി ആരാഞ്ഞു. സത്യം മുനിക്കറിയാമെന്നും എന്നാൽ ഇന്ദ്രൻ അതു പറഞ്ഞില്ലെങ്കിൽ ഭസ്മമാക്കുമെന്നും ഗൗതമമുനി. അഹല്യാമോക്ഷം എന്നതു കേട്ടു വിശ്വാമിത്രനും ഉരച്ചെയ്തു. പന്നഗശായി പരൻ തന്നോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തം എങ്കിലോ കുമാരനീ വാട്ടമില്ലാത തപസ്സുള്ള ഗൗതമമുനി. ഗംഗാരോദസി നല്ലോരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാ വാഴും കാലം. ലോകേശൻ നിജസുതയായുള്ളോരഹല്യയാം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൗതമമുനീന്ദ്രനു കൊടുത്തു വിധാതാവും. കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർതൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടത്രയും പ്രസാദിച്ചു ഗൗതമമുനീന്ദ്രനും. തന്നുടെ പത്നിയായോരഹല്യയോടും ചേർന്നു പർണശാലയിലത്ര വസിച്ചു ചിരകാലം. വിശ്വമോഹിനിയായോരഹല്യ രൂപം കണ്ടു ദുശ്യവനനും കുസുമായുധ വശനായാൻ. ചെന്തൊണ്ടി വായ്മലരും പന്തൊക്കും മുലകളും ചന്തമേറിടും തുടക്കാമ്പുമാ സ്വധിപതി നെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമകൻ. ചെന്താർബാണത്തീ കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രീരൂപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്തനായി വന്നാനല്ലോ. അന്തരാത്മനി വിഭൂതേന്ദ്രനും അതീനിപ്പോൾ അന്തരം വരാതെയോരന്തരം എന്തെന്നോർത്തു. ലോകേശാത്മജ സുത നന്ദനനുടെ രൂപം നാഗനായകൻ കൈക്കൊണ്ടന്ത്യയാം ആദിയങ്കൽ. സന്ധ്യാവന്ദനത്തിനു ഗൗതമൻ പോയ നേരം അന്തര പുക്കാനുടജാന്തരെ പരവശാൽ. സുത്രമാവഹല്യയെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രൻ തന്നുദയമൊട്ടടുത്തില്ലെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു. വൃത്രാരാധിക്കു മുനി ശ്രേഷ്ഠനെ ബലാലപ്പോൾ
വിത്രസ്തൻ ആയത്രയും വേപതു പൂണ്ടു നിന്നാൻ. തന്നെ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതി കോപം കൈക്കൊണ്ടു മുനീന്ദ്രനും. നില്ലാരാകുന്നതെന്തിതു ദുഷ്ടാത്മാവേ, ചൊല്ലെന്നോടു നീ എല്ലാമേ പരമാർത്ഥം. വല്ലാതെ മമരൂപം കൈക്കൊള്ളുവാനെന്തു മൂലം, നിർലജ്ജനായ ഭവാൻ ഏതൊരു മഹാപാപി. സത്യമെന്നോടു ചൊല്ലിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം, പറയായിൽ ഭസ്മമാക്കുവൻ ഇപ്പോൾ.